ഹലോ നമസ്കാരം. ഇന്ന് ഞാൻ ഇന്നത്തെ പോലെ ഒരു ലൈഫ് സ്റ്റൈൽ ബ്ലോഗോ ദുബായ് റിലേറ്റഡ് ബ്ലോഗോ അങ്ങനെ ഒന്നുമല്ല. ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആണ് കാണിക്കുന്നത്. അത് ഇന്ന് ഞാനല്ല കുക്ക് ചെയ്യുന്നത്, എൻ്റെ ഹസ്ബൻഡാണ്. മുമ്പേ ഫീസും കാര്യങ്ങളൊന്നും ഞാൻ കാണിക്കുന്നില്ല. എന്താണോ ഉണ്ടാക്കുന്നത് അത് മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എന്നെ അറിയാത്തവർക്കായിട്ട് ഞാൻ എന്നെ ഇൻട്രോഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് അക്ഷയ. ഞാൻ ബേസിക്കലി എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഞാൻ നേഴ്സാണ്. ഇപ്പോൾ കറൻറ്റ്ലി ദുബായിലാണ് താമസം. അപ്പോൾ ഇത് എൻ്റെ ഒരു പാഷനെ പുറത്ത് ചെയ്യുന്ന കുറച്ച് വീഡിയോസാണ്. അപ്പോൾ നമുക്കധികം ലേറ്റ് ആക്കാതെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഒരു മലബാർ മീൻ കറിയാണ് ഉണ്ടാക്കുന്നത്. മലബാർ മീൻ കറി മാത്രമേ ഉള്ളൂ. ബാച്ചിലേഴ്സിനും കുക്കിംഗ് പഠിക്കുന്നവർക്കും കുക്കിംഗ് അറിയാത്തവർക്കും ഒക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും മീൻ കറിയാണ്. ഇന്നിവിടെ നമ്മൾ എടുക്കുന്നത് മത്തിയാണ്. എനിക്ക് എല്ലാവരും പോലും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മീനാണ് മത്തി. ആദ്യം തന്നെ നമ്മളൊരു മൺചട്ടി എടുത്ത് ഗ്യാസ് ഓണാക്കിയ ശേഷം മൺചട്ടി വെച്ചിട്ട് അതിലേക്ക് ചൂടായ ശേഷം കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണോ ഓയിൽ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് ഏറ്റവും നല്ലത് കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നതാണ്. ശേഷം കടുക് പൊടിച്ചതിന് ശേഷം കുറച്ച് ഉലുവ, ഉള്ളി, കരുവേപ്പില ഇട്ട് അതൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ വലിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു വലിയ ഉള്ളി അല്ല, ഹാഫ് കഷ്ണം അത് അരിഞ്ഞിലിട്ട് അത് ജസ്റ്റ് ഉപ്പ് ഇട്ട് വഴറ്റിയ ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം. ഒന്നോ രണ്ടോ നിങ്ങൾക്ക് എരിവ് എങ്ങനെയാണോ അതിനനുസരിച്ച് ഇടാം. പക്ഷേ ഞാൻ ഇതിൽ ഉപയോഗിക്കുന്നത് തക്കാളി ഡയറക്റ്റ് അരിഞ്ഞിടുകയല്ല. ഞാനൊന്ന് ഒരു തക്കാളി എടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ അടിച്ച ശേഷം അത് ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അതിന് മുന്നേ തന്നെ നമ്മൾ തക്കാളി തരുന്നതിന് മുന്നേ ഇതൊക്കെ ഒന്ന് വഴറ്റി കഴിയുമ്പോൾ ജസ്റ്റ് ഒരു സ്പൂൺ മുളക് പൊടി, അര സ്പൂൺ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി അര സ്പൂൺ അങ്ങനെ ഇടുക. ശേഷം നല്ലോണം ഇളക്കുക. നല്ലോണം ആ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറി കഴിയുന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഈ അരച്ച് വെച്ച തക്കാളി ഒഴിക്കാൻ പാടുള്ളൂ. ഇങ്ങനെ തക്കാളി കട്ട് ചെയ്തിട്ടിടുന്നതിനെക്കാട്ടും അടിച്ചിടുമ്പോൾ കറി കുറച്ചുകൂടെ ഒരു കുറുകിയ പോലെ തോന്നും. അതേപോലെ അധികം വെള്ളം നിൽക്കാതെ അതേപോലെ തന്നെ ഒരു ടേസ്റ്റും ഇതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അതിനിടയ്ക്ക് ഞാൻ ഫിഷ് മസാല കൂടെ എടുത്തിട്ടുണ്ട്. ഈ ജസ്റ്റ് കുറച്ചൊരു വെള്ളം, കുറച്ചെന്ന് വെച്ചാൽ വളരെ കുറച്ച്, ഒരു 2-3 ടേബിൾ സ്പൂൺ രീതിക്ക് അത്ര വെള്ളം മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. ജസ്റ്റ് വെച്ച് അതൊന്ന് ജസ്റ്റ് കുക്ക് ചെയ്യാൻ പറ്റുക. മൂടി വെച്ചതിന് ശേഷം ജസ്റ്റ് നമുക്ക് ആ സമയം ആവശ്യമായ ഉപ്പിടാം. ഞാനൊരു കൈയളവിലാണ് ഇടുന്നത്, അല്ലാതെ സ്പൂൺ അങ്ങനെ വെച്ച് അളവെടുത്തിട്ടല്ല. നിങ്ങൾക്ക് എങ്ങനെയാണ് ഉപ്പ് ആവശ്യമായിട്ടുള്ളത് അതിനനുസരിച്ച് ഇടുക. പുളികളാണ് വേണ്ടത്. ഞാനൊരു നാരങ്ങ വലിപ്പത്തിൽ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് കുടമ്പുളിയോ കാര്യങ്ങളൊന്നുമില്ല, വാളമ്പുളിയാണ്. അത് ഞാൻ ഒരു 10 മിനിറ്റ് മുന്നേ വെള്ളത്തിലിട്ട് വെച്ചിട്ട് അത് നന്നായിട്ട് സോക്ക് ചെയ്ത ശേഷം അത് പിന്നെ അതിലേക്ക് പറഞ്ഞതിന് ശേഷം ഒരു അര കപ്പ് വെള്ളം എക്സ്ട്രാ ഇതിൽ ചേർക്കുന്നുണ്ട്. എത്ര പേരാണോ ഉള്ളത് അതിനനുസരിച്ച് നിങ്ങൾ അളവിനനുസരിച്ച് വെള്ളം ചേർക്കുക. പേരായിക്കൊണ്ട് ഞങ്ങൾ ആ ഒരു രീതിക്കാണ് ഇതിൽ വെള്ളം ചേർക്കുന്നത്. ആ സമയം നമുക്ക് വേണമെങ്കിൽ ഇനി ഉപ്പ് വേണമെങ്കിൽ ആ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് മീനിടാം. തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് മത്തി ഇട്ട് കൊടുക്കാം. നിങ്ങൾ ഏത് മീനാണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് അത് ഇട്ട് കൊടുക്കുക. ഇത് വിട്ട് അടച്ച് വെച്ച് വേവിക്കാൻ നോക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇവിടെ കപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇന്ന് ഞങ്ങൾ കപ്പയും മീൻ കറിയാണ്. മഞ്ഞപ്പൊടി ഇട്ട് കപ്പ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വറവ് ഇടുകയാണ് ചെയ്യുന്നത്. കപ്പയൊക്കെ സെറ്റാക്കി മീൻ കറി നോക്കുമ്പോൾ മീൻ കറി സെറ്റായി വന്നിട്ടുണ്ട്. കറിയൊക്കെ കുറുകി കഷ്ണങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കരുവേപ്പില കുറച്ച് വെളിച്ചെണ്ണ വെച്ച് വാങ്ങി വെക്കാം. അപ്പോൾ വളരെ എളുപ്പമുള്ള മീൻ കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.